ലീവ് തീരാൻ ഒരാഴ്ച കൂടിയേ ഉള്ളൂ. ഞാനിനി എന്താ വേണ്ടേ? എന്താ വേണ്ടേ? എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല രവി. തന്നെ ആശ്വസിപ്പിക്കേണ്ട ആളാ ഞാൻ. പക്ഷേ എനിക്ക് എന്നെ തന്നെ ആശ്വസിപ്പിക്കാൻ പറ്റണില്ല. എന്താ വേണ്ടേ എന്ന് പറഞ്ഞിരുന്നാൽ എങ്ങനെയാ? എല്ലാവരും കൂടെ ഇവിടെ ഇങ്ങനെ ദുഃഖിച്ചിരുന്നിട്ട് എന്താ കാര്യം? രവി പോട്ടെ, പോയി തിരികെ ജോലി പ്രവേശിക്കട്ടെ. ഇവിടം വിട്ട് നിന്നാൽ തന്നെ മനസ്സിനൊരാശ്വാസം ഉണ്ടാവും. അപ്പോ കുഞ്ഞിന്റെ കാര്യോ? ഞങ്ങൾ രണ്ടാളും ഇവിടെ ഇല്ലേ രവി? കുഞ്ഞിനെ ഞങ്ങൾ നോക്കിക്കോളാം. അത് വേണ്ടതിൽ കൂടുതൽ ജീവിച്ചു കഴിഞ്ഞവരാ നമ്മൾ രണ്ടാളും. നമ്മുടെ ആയുസ്സെടുത്തിട്ട് മായമ്മയുടെ ജീവൻ തിരിച്ചു കൊടുക്കായിരുന്നില്ലേ? ടീച്ചറും കൂടി ഇങ്ങനെ തളർന്നു പോയാ പിന്നെ ഇനിയിപ്പോ ഇവന് വേണ്ടിട്ടെങ്കിലും എല്ലാം മറന്നല്ലേ പറ്റൂ. ആൽത്തറയിലൊന്നും പോയിരിക്കാൻ തോന്നിയില്ല. നേരെ ചെന്ന് നിന്നത് തിരുനടയിലാ. മനസ്സ് നൊന്ത് യാചിച്ചു. ആകെക്കൂടിനി ഉള്ളത് ഈ കുഞ്ഞാ. ഇതിനെയെങ്കിലും നിലനിർത്തി തരണേന്ന്, ദീർഘായുസ് കൊടുക്കണേന്ന്. അരിയുണ്ടാ കപ്പ ഉപ്പേരി പോട്ടെ പോട്ടെ, ഉപ്പേരി കപ്പല് പോട്ടെ. ഇനി പായസക്കപ്പല്. അതെ മാഷേ, വീട്ടിൽ നിന്ന് കത്ത് വന്നിട്ടുണ്ട്. ലക്ഷ്മിക്കുട്ടിയുടെയാ. ഉടനെ പുറപ്പെട്ട് ചെല്ലണമെന്നായിരിക്കും. ഏടത്തിയെ കാണാണ്ട് വിഷമിച്ചിരിക്കല്ലേ? അതല്ല നീ ഇത് പുറപ്പെട്ടോളൂ. എന്നെ ഉണ്ണിക്കുട്ടനെയും ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് എവിടേക്കാണെന്ന് വെച്ചാ പുറപ്പെട്ടോളൂ. ഇവിടെ എങ്ങനെ ആയാലും എന്താ, അവിടുത്തെ കാര്യല്ലേ മുഖ്യം. പുറപ്പെട്ടോളൂ. അയ്യോ മാഷേ, അതല്ല. ഏതല്ലാന്ന് ഒന്നല്ല 1000 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ലക്ഷ്മിക്കുട്ടിയല്ല, പാഞ്ചാലിക്കുട്ടി ആയാലും ശരി. പറയണത് എന്താണെന്ന് കേക്കണത് മുഖവര കേട്ട അറിഞ്ഞൂടെ? മാഷേ, ലക്ഷ്മിക്കുട്ടിയുടെ മകൾക്ക് ബാങ്കിൽ ജോലി കിട്ടി. ആ വിവരം അറിയിച്ചോണ്ടുള്ള കത്തായത്. അതിനും വേണോ ഇത്രയും ബഹളം? ഓ, ഞാൻ തോറ്റു. എന്നാ പിന്നെ ആദ്യം പറഞ്ഞുകൂടായിരുന്നു ടീച്ചർക്ക് എന്നെ കിട്ടി ശ്വാസം മുട്ടിക്കാണ്ട്. മോൻ എവിടെ? ഉണ്ണി ഉണ്ണി ഉണ്ണിക്കുട്ടാ, ഉണ്ണി ഉണ്ണിക്കുട്ടാ, ഉണ്ണി എവിടെയാ നീ? എവിടെ പോയി ഉണ്ണിക്കുട്ടാ? അയ്യോ ഉണ്ണിക്കുട്ടാ, അയ്യോ മോനെ,
എന്റെ കുഞ്ഞിന് എന്താ പറ്റി? മാഷേ ഒന്ന് വേഗം. അല്ല മാഷേ, എന്ത് പറ്റി കുട്ടിക്ക്? മാഷേ അയ്യോ എന്റെ മോൻ. അയ്യോ എന്റെ ഉണ്ണിക്കുട്ടൻ എന്താ ഡോക്ടറെ പറ്റിയേ? കാര്യമായിട്ട് നോക്കണേ എന്നെ. ഇവ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്. വേറെ വല്ല അസുഖം വരുമോ എന്റെ കുട്ടിക്ക്? അതെ, എന്താ വേണ്ട? ഒന്ന് ബഹളം വെക്കാൻ നിൽക്കാവോ? കുട്ടിയെ ഞാൻ നോക്കിക്കോളാം. നിങ്ങളൊന്ന് പുറത്തിറങ്ങിയെന്നേ. അത് പറ്റില്ല എന്നെ. എങ്കിൽ നിങ്ങൾ ചികിത്സിക്ക്, ഞാൻ പുറത്തിറങ്ങി നിൽക്കാം. മാഷൊന്ന് പുറത്ത് നിൽക്കൂ. ഒരാളല്ല, രണ്ടാളും. അല്ല അതെ, പറഞ്ഞു മനസ്സിലായില്ലേ? കുട്ടിക്ക് മാഷേ അവിടെ നിൽക്കണ്ടെന്ന് പറയട്ടെ. വാങ്ങി മോനെ ഉണ്ണി. എന്റെ ഉണ്ണീഷ, നീ വല്ലാണ്ട് പേടിപ്പിച്ച് കളഞ്ഞല്ലോടാ. എന്തിനാ മുത്തശ്ശൻ പേടിച്ചേ? അതെ മുത്തശ്ശൻ ഉറക്കത്തിൽ സ്വപ്നം കണ്ടു പേടിച്ചാ മോനെ. എന്നല്ലേ പേടി മാറ്റി തരട്ടെ. അപ്പൊ ഉഞ്ചിട്ട് അടിയുഞ്ചിട്ട് മേലെയും മാറ്റി പൊതിയും കെട്ടി മുത്തശ്ശൻ ചിരിക്കാൻ വയ്യാടാ. ഒമ്പതാ ഒമ്പതാ. മുത്തശ്ശ 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 ഇതിന്റെ പേരില്ലേ അമ്മിണി? അത് പത്മിനി. ഇതാ അമ്മിണി. ഇതിന്റെ പേരറിയോ ഉണ്ണിക്ക്? രുക്മിണി. ഇവനാണ് കുഞ്ഞിരാമൻ. അയ്യേ അത് പെണ്ണല്ലേ, അതിനെങ്ങനെയാ കുഞ്ഞിരാമെന്ന് പേര് വരിക? ഈ മുത്തശ്ശിന് ഒന്നും അറിഞ്ഞൂടാ. അത് തുളസിയാ. ഉണ്ണിക്കുട്ടൻ ഓർമ്മയുണ്ടോ നോക്കിയതല്ലേ മുത്തശ്ശൻ? തിന്നോ. തുളസി തിന്നോ. പ്രിയപ്പെട്ട മാഷക്ക് ഈ കത്ത് എങ്ങനെ എഴുതി തുടങ്ങണമെന്ന് എനിക്കറിയില്ല. ഇതിനു മുമ്പും പലതവണ എഴുതാനിരുന്നതാണ്. മാഷയും ടീച്ചറെയും കുറിച്ച് ആലോചിക്കുമ്പോൾ വേണ്ട എന്ന് വെക്കും. ഈ മാസം അവസാനം ഞാൻ ലീവിൽ വരുന്നു. ഉണ്ണിമോനെ എൻ്റെ കൂടെ അയക്കണം. അവൻ്റെ പാസ്പോർട്ടിനും മറ്റുള്ള ഏർപ്പാടുകൾ ചെയ്തു കഴിഞ്ഞു. ദയവായി എതിരൊന്നും പറയരുതേ. ഇതെന്റെ അപേക്ഷയാണ്. എനിക്ക് ഉണ്ണിയല്ലാതെ മറ്റാരുമില്ലെന്നറിയാമല്ലോ. കഴിഞ്ഞ 5 വർഷമായി ഞാൻ ഈ വിഷമം അനുഭവിക്കുകയാണ്. എന്റെ മോന് സ്കൂളിൽ ചേരണ്ടേ, പഠിക്കണ്ടേ? എന്റെ മാഷേ നടന്ന് തളർന്നു. കാര്യം സ്കൂൾ വരെ ഒന്ന് പോയി മടങ്ങിയതേ ഉള്ളൂ. പണ്ട് സർവീസിലിരുന്നപ്പോ എങ്ങനെയാ നമ്മൾ ഇത്രയും ദൂരം പോയി വന്നിരുന്നു ആവോ? അല്ലേ ഉണ്ണി? കേട്ടോ മാഷേ, സ്കൂളിലോട്ട് ഞാൻ ചെന്നതും എല്ലാരും കൂടെ എന്നെ അങ്ങ് പൊതിഞ്ഞു. ഉണ്ണികൃഷ്ണനെ 1ാം ക്ലാസ്സിൽ ചേർക്കാനാ വന്നെന്ന് പറഞ്ഞപ്പോ ഹെഡ് മാസ്റ്റർ ചോദിക്കുക ഏതാ കുട്ടിയെന്ന്. ഞാൻ പറഞ്ഞു എന്റെ കുട്ടിയാണെന്ന്. അപ്പോഴുണ്ടല്ലോ ആ ഭാസ്കർ മാസ്റ്റർ ചോദിക്കുക ഈ പ്രായത്തിലോ എന്ന്.
എല്ലാരും കൂടെ ചിരിച്ചെന്റെ മാഷേ, ഞാനും ഒരുപാട് ചിരിച്ചു. പക്ഷെ വിട്ടുകൊടുക്കുവോ? നല്ല കാര്യായി. ഓരോന്ന് കിള്ളി കിള്ളി ചോദിക്കാൻ ആ സുമതിക്കാ ധൃതി. അസൂയ തന്നെ. 2 പെമ്മക്കളുണ്ട് അവർക്ക്, 2നുമില്ല കുട്ടികള്. പിന്നെ 3 ഡിവിഷനാണല്ലോ 1-ാം ക്ലാസ്സില്. മാലതിയുടെ ഡിവിഷനിൽ ഉണ്ണിയെ ചേർത്താ മതിയെന്ന് ഞാൻ പറഞ്ഞു. സരോജിനിയും സുമതിയും നന്നായിട്ട് പഠിപ്പിക്കും. പക്ഷേ 2 ആളും അതെ, കുട്ടികളെ തല്ലും. ആ, എന്റെ ഉണ്ണിക്കുട്ടനെ ആരും തല്ലാൻ ഞാൻ സമ്മതിക്കില്ല. അല്ല മോനെ? മോൻ പഠിച്ചു പഠിച്ചു വലിയ ആളാകുമ്പോ ആരാകാനാ ആശ? എനിക്കോ? ഡോക്ടർ ആകണോ? പിന്നെ എഞ്ചിനീയർ ആകണോ? പിന്നെ ആരാകാനാ? എനിക്കൊരു മാസ്റ്ററായാ മതി. മുത്തശ്ശിനെ പോലെ വലിയ മാസ്റ്റർ. എന്നിട്ടോ? എന്നിട്ട് മുത്തശ്ശിയും ഞാൻ പഠിപ്പിക്കും. പഠിച്ചില്ലേലോ? പഠിച്ചില്ലേ നല്ല അടി തരും. കേട്ടോ മാഷേ മോൻ പറയുന്നത്? മാഷേ സുഖമില്ലേ? മുത്തശ്ശന് പനിയുണ്ടോ? ഒന്നുമില്ല. മുത്തശ്ശന് ഉറക്കം വരണു. വാ മോനും ഉറങ്ങ. പെറ്റ് വീണ കുഞ്ഞിനെ തള്ള കണ്ടിട്ടുകൂടില്ല. എന്റെ നെഞ്ചിലെ ചൂട് പറ്റിയ അവൻ വളർന്നത്. കൈ വളരുന്നോ കാല് വളരുന്നോ നോക്കി മാഷക്കറിഞ്ഞൂടെ? ഞാൻ ഇത്രയും കാലം ശരിക്കൊന്നും ഉറങ്ങിയിട്ടുകൂടില്ല. അച്ഛനാണെന്നുള്ള അവകാശമുണ്ട് അവൻ രവിക്ക്. ചെല്ലട്ടെ, ചെന്ന് കോടതി പോയി സ്ഥാപിക്കട്ടെ. എന്റെ കുഞ്ഞിനെ ഞാൻ വിട്ടുകൊടുക്കില്ല. അവൻ പോയാൽ വരണു. മോൻ കളിച്ചോ? ഇവരിവിടെ വളർന്നാ മതി. എന്താ ഇവനിവിടെ ഒരു കുറവ്? ടീച്ചർ പറയണതൊക്കെ ശരിയാ. രവിയുടെ കത്ത് കിട്ടിയപ്പോ തൊട്ട് എന്റെ മനസ്സ് ഇത് തന്നെയാ പറഞ്ഞിരുന്നേ. പക്ഷെ ടീച്ചറെ, ഇതിന്റെയൊക്കെ അപ്പുറത്ത് രവി, അവനൊരു മനസ്സില്ലേ? ആ മനസ്സ് നമ്മൾ കാണട്ടെ. എന്നെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. മായയുടെ ഓർമ്മ മാത്രമായിട്ട് ജീവിക്കുകയാണ് ഞാൻ. ഇനി വേറൊരു സ്ത്രീ എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നറിയാമല്ലോ. സ്വന്തമെന്ന് പറയാൻ ആകെ കൂടി ഉണ്ണിയല്ലാതെ മറ്റാരുമില്ല. മായ മരിച്ചതിൽ പിന്നെ ഇതുവരെ ലീവിൽ പോലും ഞാൻ വന്നില്ല. ഓരോ തവണയും ടിക്കറ്റ് എടുക്കും, പിന്നെ ക്യാൻസൽ ചെയ്യും. വന്നാൽ ഒരു രാത്രി മുഴുവൻ ഇവിടെ ഉണ്ണിയുടെ കഴിഞ്ഞാൽ പിന്നെ എന്റെ മകനെ കൂട്ടാണ്ട് മടങ്ങാൻ എനിക്ക് പറ്റില്ലെന്നറിയാനും. മാഷും ടീച്ചറും നിങ്ങളുടെ കാര്യം ഓർക്കുമ്പോ മടിച്ചു. പക്ഷേ എത്ര കാലം എന്ന് വെച്ചിട്ടാണ്? നിങ്ങൾക്ക് പ്രായമായി വരുന്നു. ഇപ്പോഴാണെന്ന് വെച്ചാൽ ഉണ്ണിയെ സ്കൂളിൽ ചേർക്കേണ്ട സമയമാണ്. എന്നായാലും എന്റെ കൂടെ വരണം. തുടക്കം തൊട്ടേ അവിടെയായാൽ അതല്ലേ നല്ലത്. ഈ ജന്മത്ത് തീരില്ല എനിക്കുള്ള കടപ്പാട്. എന്നാലും എതിര് പറയരുത്. ഉണ്ണിയെ എന്റെ കൂടെ അയക്കണം. എനിക്ക് മറ്റാരുമില്ല. എന്തെങ്കിലും ഒരു പഴുതുണ്ടായിരുന്നെങ്കിൽ മുഖത്ത് നോക്കി പറ്റില്ല എന്ന് പറഞ്ഞേനെ. പക്ഷേ രവി പറഞ്ഞത് മുഴുവൻ ന്യായ, മുഴുവൻ സത്യ. പിന്നെ ഞങ്ങൾ എന്ത് പറയാനാ?
ഇല്ലേ ടീച്ചറെ? ഉണ്ണിയെ കൊണ്ടുപോകോളൂ. എന്താ ഏർപ്പാടെന്ന് വെച്ചാ ചെയ്തോളൂ. നന്മ വരുത്തണേ നമ്മയോട് പ്രാർത്ഥിച്ചോളൂ. പള്ളി കരാകര പിന്നെന്താ ഇല്ലിമേലായിരം പള്ളിമുട്ട എന്ന് വെച്ചാ എന്താ മുത്തശ്ശ? മുത്തശ്ശ അതെ, ഉണ്ണിക്കുട്ടൻ അച്ഛൻ്റെ കൂടെ പോയാല് പഠിച്ചു പഠിച്ച് വലിയ ആളാവണം കേട്ടോ. ശരി, നമ്മൾ എല്ലാരും കൂടി ഇപ്പൊ എയർപ്ലെയിനിലാ പോവാ? മുത്തശ്ശ മുത്തശ്ശ മുത്തശ്ശന് പ്ലെയിനിൽ കയറാൻ പേടിയുണ്ടോ? ഉണ്ണിക്കുട്ടൻ കൂടെ ഉള്ളപ്പോ പിന്നെ മുത്തച്ഛൻ എന്തിനാ പേടിക്കണേ? അത് ശരിയാ. മോന് പേടിയുണ്ടോ പ്ലെയിനിൽ പോവാൻ? ഉണ്ണിക്കുട്ടൻ മുത്തശ്ശിയുടെ മടി കയറി ഇരിക്കുമല്ലോ, അപ്പൊ പിന്നെ എങ്ങനെ പേടി വരിക? ഈ മുത്തശ്ശനൊന്നും അറിഞ്ഞൂടാ, അതാ. അപ്പവും ചുട്ട് അടയും ചുട്ട് ഇലയും വാട്ടി പൊതിയും കെട്ടി മുത്തശ്ശന്റെ വീട്ടിലേക്ക് അതിലേ പോയി ഇതിലേ പോയി അതിലേ പോയി ഇതിലേ പോയി അതിലേ പോയി ഇതിലേ. ഉണ്ണി ഇറങ്ങിപ്പോണത് കണ്ടു നിൽക്കാൻ വയ്യ. ഞങ്ങള് മാറി നിൽക്കാം. ഉപായത്തില് മോനെയും കൂട്ടി പുറപ്പെട്ടുള്ളൂ. ഇനി എപ്പോഴാ വരിക? വരുമ്പോ ഞങ്ങൾ ഉണ്ടാവുമോ? ഒരു നിശ്ചയമില്ല. എന്നാലും വരണം. മായമ്മ ഇവിടെയാ ഉള്ളത്. ഈ വീടും ഇതെല്ലാം ഉണ്ണിക്കുള്ളതാ, അത് മറക്കണ്ട. ഞങ്ങളുടെ ബലിയിടാൻ ഇനി അവലേ ഉള്ളൂ. കരയാതെ മോനെ, മോനെ മോനെ അച്ഛൻ പ്ലെയിനിൽ കൊണ്ടുപോവാ. മോനിങ്ങനെ ശാഠ്യം പിടിക്കാതെ. ഉണ്ണി അച്ഛൻ പറയുന്നു കേൾക്കുമ്പോ. മോനെ കരയാതെ ഉണ്ണി.
ഉണ്ണി ഇവിടെ വരാനല്ലേ പറഞ്ഞത്? പോകാം.